പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മോളി മാത്യു. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നും വരുന്നു. 2023 ജനുവരി 7-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ആ ഉടമ്പടിയിൽ 3 മാസം തോറും ഇവിടെ വന്ന് ഞാൻ പുതുക്കിക്കൊണ്ടിരുന്നു. അതിനിടയിൽ എൻ്റെ ആങ്ങളയുടെ മോൾക്ക് 2ാമത്തെ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടായി 20 ആഴ്ചയായപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ആ കൊച്ചിന് ഹൃദയ സംബന്ധമായ രോഗമാണ്, അതിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിനെ എത്രയും പെട്ടെന്ന് അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ വിവരം ഞങ്ങളോടും പറഞ്ഞു. എൻ്റെ ഒരു സിസ്റ്ററുണ്ട്, ചേച്ചിയോട് പറഞ്ഞു. ഞങ്ങളെല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മോളെ അതൊരു കാരണവശാലും സമ്മതിക്കരുത്. കാരണം ജീവൻ തരുന്നതും ജീവൻ എടുക്കാനും അവകാശമുള്ളത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇവർ ഫാമിലിയായിട്ട് ന്യൂസിലാൻഡിലാണ്, നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ആൻറ്റി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിനക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളാം, അതിനുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊടുത്ത് ആ കാര്യങ്ങളിൽ ഉടമ്പടി ധ്യാനത്തിലും എല്ലാത്തിലും പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന അയച്ചു കൊടുത്തു. ഉടമ്പടി ധ്യാനത്തിലും ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചൊല്ലി അവളും അവളുടെ ഹസ്ബൻഡും കൂടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ അവസരത്തിൽ 20 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ കുഞ്ഞിന് കുറവുണ്ട് എന്ന് പറഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി. പക്ഷേ ഈ കഴിഞ്ഞ ജനുവരി 25-ാം തീയതി 25 ജനുവരി 9-ാം തീയതി അമ്മ മാതാവ് നല്ലൊരു ആൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇപ്പോൾ കുഞ്ഞിന് 7 മാസം പ്രായമുണ്ട്. അതിനിടയിൽ ഇവർക്ക് ആകെ വിഷമായി കുഞ്ഞുണ്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു, കൊച്ചിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളത് അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താണേലും ഇവർ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയിൽ വിശ്വസിച്ചത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ ഇവർക്ക് ആകെ ഒരു ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സൗമ്യ. ഞാൻ ന്യൂസിലാൻഡിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. എൻ്റെ 2ാമത്തെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഇവന് 8 to 9 വീക്കോളപ്പോഴാണ് ഫസ്റ്റ് സ്കാൻ ചെയ്തത്. അപ്പോൾ ഇവൻ്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. അത് പക്ഷേ ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഭയങ്കര നന്നായിട്ട് ആക്റ്റീവായിട്ട് അനങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതുകൊണ്ടാണ് ഇവൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ റേഡിയോളജിസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു, ഇവർ ഫർദറായിട്ട് അത് സെൻഡ് ചെയ്യും, അവർ റിവ്യൂ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പിന്നീട് കോൺടാക്റ്റ് ഒന്നും ചെയ്തില്ല. പിന്നെ ഇവൻ്റെ നെക്സ്റ്റ് സ്കാൻ 12 to 14 വീക്കിലായിരുന്നു. അന്ന് നക്കൽ റിജിഡിറ്റി സ്കാൻ ആയിരുന്നു. അന്ന് അവൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നോർമലായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഹാർട്ട് ബീറ്റ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ നോർമലായിട്ടുണ്ട്, അറൗണ്ട് 140 to 150 ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതിനെ വിട്ടു. പിന്നെ ഞങ്ങൾ 20 വീക്ക് കഴിഞ്ഞ് അനോമലി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ജെൻഡർ റിവീലായിരുന്നു. കാരണം അവിടെയൊക്കെ ജെൻഡർ റിവീൽ ഭയങ്കര വലിയ പാർട്ടിയായിട്ടാണ് നടത്തുന്നത്. അപ്പം ഒരു ജെൻഡർ റിവീലിന് വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത്. ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇവന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പം ഇവർ റേഡിയോളജിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഇങ്ങനെ പറയുന്നത് കേട്ടു. പിന്നെ ഇവർ വൈകിട്ടായപ്പോഴത്തേക്കും റിപ്പോർട്ട് അയച്ചു. അതിനകത്ത് ഡബിൾ ഔട്ട്ലെറ്റ് റൈറ്റ് വെൻട്രിക്കിൾ വിത്ത് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് എന്നായിരുന്നു ഡയഗ്നോസിസ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളോട് ഫർദറായിട്ടുള്ള സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വലിയ സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ലൈക്ക് മേ ബി ഒരു 1 month കഴിഞ്ഞിട്ടായിരിക്കും അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് അവിടുത്തെ HOD ഒക്കെ സംസാരിച്ച് ഞങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ തന്നെ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ അപ്പോൾ അവരൊന്നുകൂടെ സ്കാൻ ചെയ്ത് കൺഫർമേഷൻ പറഞ്ഞു DORV type 3 ആണ് ഇവൻ്റെ കണ്ടീഷൻ. അപ്പം ഒരു ഓപ്പറേഷൻ വേണ്ടി വരും ജനിച്ച ഉടനെ തന്നെ. പിന്നെ ഒരു 3 തവണയൊക്കെ ഓപ്പറേഷൻ ചെയ്തെങ്കിലേ ഉള്ളൂ. ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി പേർക്ക് റിപ്പോർട്ട് അയച്ചു കൊടുത്തു, നാട്ടിലെ ഡോക്ടേഴ്സിനൊക്കെ. അവർ പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, നിങ്ങളെപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ടി വരും, നിങ്ങൾ ചെറുപ്പമാണ്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് ഓൾ ദ ഡോക്ടേഴ്സ് അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങളോട് പറഞ്ഞു വേണം നിങ്ങൾ അമ്യൂസിൻറ്റിസിസ് ചെയ്തോ, കാരണം ഇവന് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഹാർട്ട് ഡിസീസ് ഈ ബുദ്ധിമാന്ദ്യമൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്കാണ് വരാറ്. അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അമ്യൂസിൻറ്റിസിസ് ചെയ്തോ, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു.
പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 1% 90% കുഞ്ഞ് അബോട്ട് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ ഹാപ്പിയാണ്. ഈവൻ അവന് ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഹാപ്പിയാണ് ആക്സെപ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മിഡ് വൈഫൊക്കെ പറഞ്ഞു, നിങ്ങളുടെ മൂത്ത കുട്ടിയെപ്പോലെ ആയിരിക്കില്ല അവൻ കാണാൻ, വളരെ ഡിഫറെൻ്റ് ആയിരിക്കും, ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടായിരിക്കും, അവനെ സ്പെഷ്യലായിട്ടുള്ള സ്കൂളിൽ വിടേണ്ടതായിട്ട് വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിസിഷനാണ്, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടുത്തെ സാക്ഷ്യം കേൾക്കുന്ന ഒരാളായിരുന്നു. അപ്പം അതിൽ നിന്നാണ് എനിക്കൊരു ഉറച്ച ബോധ്യം ഉണ്ടായത്, ഈ അബോർഷൻ ചെയ്യുന്നത് ഒരു തെറ്റാണെന്നുള്ള കാര്യം. പിന്നെ എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്കാരോടും ചോദിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആൻറ്റി എന്നെ വിളിക്കുന്നത്. അപ്പം പൊതുവെ എന്നോട് ഒരുപാട് ആൾക്കാർ സാരമില്ല പോട്ടെ എന്നൊക്കെ പറയുമ്പം എനിക്ക് പ്രത്യേകിച്ചൊരു സമാധാനമൊന്നും കിട്ടത്തില്ല അതിൽ നിന്ന്. ഞാൻ വിശുദ്ധ കുർബാനയിൽ പോയി നിന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് ഒരു ആശ്വാസം കിട്ടുന്നത്. പിന്നെ ആൻറ്റി എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു. പിന്നെ ഒരു 24th വീക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വയറിൽ ഭയങ്കരമായിട്ടും വേദന ആയി തുടങ്ങി. ഞാനത് അവിടെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വേദനയ്ക്ക് ജസ്റ്റ് പാരസിറ്റമോൾ കഴിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു തരത്തിൽ വേദന കുറയുന്നില്ല. രാത്രിയാകുമ്പോൾ എനിക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ എൻ്റെ മമ്മി വന്നപ്പോഴത്തേക്കും ആൻറ്റി ഉടമ്പടി തൈലം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി വയറിൽ അപ്ലൈ ചെയ്തൊരു 4 ദിവസം കഴിയുമ്പോഴത്തേക്കും എൻ്റെ വേദന മാറി വയറിലെ. പിന്നെ ഒരു 3rd വീക്കൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീണ്ടും റിപ്പീറ്റ് സ്കാനിങ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് എലക്റ്റീവ് CS ആയിരുന്നു. അതിന് മുന്നേ ആയിട്ട് അവരൊന്നുകൂടെ സ്കാൻ ചെയ്തു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ജസ്റ്റ് TGA മാത്രമേ ഉള്ളൂ, അതായത് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ് മാത്രമേ ഉള്ളൂ കുഞ്ഞിനിപ്പോൾ. അപ്പോൾ ഒരു സർജറി മതി, അതുകൊണ്ട് അവന് റിക്കവർ ആവും, അവൻ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവർ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് കുഞ്ഞിൻ്റെ ഗ്രോത്തൊക്കെ ഓക്കെ ആവുമെന്ന് അറിയത്തില്ല, അവൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗ്രോത്തിന് പ്രശ്നം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ഗ്രോത്ത് എല്ലാം കറക്റ്റായിട്ട് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ജനിച്ചപ്പോൾ അവന് 2.9 kg വെയിറ്റ് ഉണ്ടായിരുന്നു. ജനിച്ച് 2 ദിവസം കഴിഞ്ഞ് അപ്പോൾ തന്നെ എന്നോട് CS-ന് ഞാൻ കയറ്റിയപ്പം എൻ്റെ അടുത്തൊരു പീഡിയാട്രിഷ്യൻ വന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും കൺസേൺ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഓൾറെഡി തൈലമൊക്കെ ആയിട്ടാണ് പോയത്, ഓപ്പറേഷൻ തിയേറ്ററിൽ പോയത്. തൈലം എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇവിടുത്തെ കാശുരൂപം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഡോക്ടറോട് പറഞ്ഞു ഒന്ന് അപ്ലൈ ചെയ്യുമോ കൊച്ചിൻ്റെ തലയിൽ, പിന്നെ കാലയിൽ ആ കാശുരൂപം അവൻ്റെ അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവന് സർജറിക്ക് മുന്നേ ആയിട്ട് ഇവൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ ഭയങ്കര കുറവായി. അപ്പം ഇവർ പറഞ്ഞു നമുക്ക് ഹാർട്ടിലൊരു നോർമലായിട്ടുള്ളൊരു ഹോളുണ്ട്, അത് നമുക്ക് വലുതാക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ സർജറി ചെയ്യുന്നിടം വരെ ഇവൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ നോർമലായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റെസ്പിറേറ്ററി അറസ്റ്റിൽ പോയി. പിന്നെ അതിൽ നിന്നൊക്കെ റിക്കവറായി വന്നു. പിന്നെ ഓപ്പറേഷൻ്റെ സമയത്താണെങ്കിലും യാതൊരു കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല, എല്ലാം നന്നായിട്ട് പോയി. പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവനെ എസ്റ്റിബേറ്റ് വെൻറ്റിലേറ്ററിലായിരുന്നു. അവനെ ആ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മീൻസ് അവന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവൻ്റെ റൈറ്റ് ലോവർ സൈഡിലുള്ള ലങ്ങിലോട്ട് എയർ എൻട്രി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഇവനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ആൻറ്റി ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി അന്ന് ഇവനെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി. പിന്നെ അവൻ്റെ ബാക്കി ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അവന് മെഡിസിൻ ഒന്നുമില്ല, എക്കോയൊക്കെ നോർമലാണ്. ഇപ്പോൾ അവന് ഇനി 1 year ആയിട്ട് എക്കോ എടുത്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈശോയ്ക്കും മാതാവിനും വരായിരുന്നു നന്ദി. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ദിവ്യബലിയിൽ ദിവസവും പോയി പങ്കെടുക്കുവാൻ സാധിക്കുന്നുണ്ട്. ഒരു ദിവസം പോയില്ലെങ്കിൽ ശരിക്കും അതിൻ്റെ ഒരു മാനസികമായിട്ടൊരു വിഷമമായിരിക്കും. പിന്നെ 2 അല്ലെങ്കിൽ മാക്സിമം 3 ആഴ്ചയെങ്കിലും കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉടമ്പടി പത്രം കൊണ്ട്, കൃപാസന പത്രം കൊണ്ട് ആളുകളുടെ ഇടയിൽ കൊണ്ട് വിതരണം ചെയ്യാൻ പറ്റുന്നുണ്ട്. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി.